Good morning, sir. Yes, good morning. Yes, Arabijalu. Let us start. Okay, Limsha. Okay. അപ്പൊ ഇന്ന് ടീച്ചർ ഇല്ല. നമുക്കൊരു 12 മണിക്ക് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. യെസ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറി ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒന്ന് കറക്റ്റ് ചെയ്യണോ. അപ്പൊ ദി സ്റ്റോറി ഈസ് ഗിവൺ നോട്ട് ഇൻ എ പ്രോപ്പർ ഓർഡർ. We read the story and make it in a proper order. ഇപ്പൊ കറക്റ്റ് ഓർഡറിലല്ല കിടക്കുന്നത്. അപ്പൊ അതൊന്ന് വായിച്ചിട്ട് അതൊന്ന് പ്രോപ്പർ ഓർഡർ ആക്കണം. ഓക്കെ. അപ്പൊ ശ്രീജ ഒന്ന് വായിച്ചോ. Sentence ആണ് sir വായിക്കണ്ടേ? Okay, first sentence. The lion let the rat go with a smile. Second sentence. The lion angrily caught the rat to kill it. Okay. Third sentence. Months passed, and when the lion was trapped in a net, the rat saved the lion by gnawing the net. Yes. Fourth sentence. Once a rat happened to fall on a sleeping lion. Fifth sentence. The poor rat begged for mercy and promised to help the lion. Okay. അപ്പോ ഇത് അർത്ഥം മനസ്സിലാവാനിക്കൊന്നുമില്ല. You understand the meaning? Very simple sentences. Very simple sentences. The lion മുതല് the poor rat begged for mercy and promised to help the lion. Okay. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. വായിച്ചു നോക്കി കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ റീഡിംഗ് ദാറ്റ് ലിൻഷ ഇതിന്റെ അകത്ത് ഫസ്റ്റ് സെന്റൻസ് ഏതാണ് വരാൻ സാധ്യത? സർ ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായിച്ചോളൂ. ഓക്കെ ശ്രീജ. ലിൻഷ പറഞ്ഞു ഫോർത്ത് വൺ. The once a rat happened to fall on a sleeping lion. Okay. കറക്റ്റ് ആണ്. യെസ്. ഇനി ഷിയ രണ്ടാമത്തെ സെന്റൻസ് ഏതാണ്? Yes, the second one. The lion angrily caught the rat to kill it. Okay. Yes. ലിത മൂന്നാമത്തെ സെന്റൻസ് ഏതാണ്? മൂന്നാമത്തെ വൺ. യെസ്. വേറെ ആരെങ്കിലും? Sir, 5. 5. The poor rat begged for mercy and promised to help the lion. Okay. ശരിയാണ്. മൂന്നാമത്തെ കറക്റ്റ് ആണ്. The poor rat begged for mercy and promised to help. അതാണ് മൂന്നാമതായിട്ട് വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് നാലാമത്തെ ആരാണ്? നാലാമത്തെ സെന്റൻസ്, ഫോർത്ത് സെന്റൻസ്. തേർഡ്. നാലാമത്തെ തേർഡ് ഒന്നുകൂടി നോക്കി.
first one ആയിരിക്കും. The lion let the rat go with a smile. അതാണ് തേർഡ് വൺ. അല്ല, നാലാമത് ഫോർത്ത് വൺ. The lion let the rat go with a smile. ചിരിച്ചുകൊണ്ട് റാറ്റിനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ ഏതാണ്? 3 months passed, and when the lion was trapped in a net, the rat saved the lion by gnawing the net. ഓക്കെ, ഈ ഫുൾ ഒന്ന് കറക്റ്റ് വായിച്ച് ചെയ്യില്ല ഓർഡറിൽ. Once a rat happened to fall on a sleeping lion. Yes. The lion angrily caught the rat to kill it. Okay. And the poor rat begged for mercy and promised to help the lion. Okay. The lion let the rat go with a smile. Months passed, and when the lion was trapped in a net, the rat saved the lion by gnawing the net. Okay, okay. In the story, മനസ്സിലായല്ലോ. Okay, okay. Very good, very good, very good. Okay, okay. നമ്മൾ അതുപോലെ ചെയ്തതാണ്. ഓക്കെ, ഈ വീഡിയോ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിന്റെ ചെറിയൊരു ഭാഗത്തേക്ക് നമ്മൾ വീട്ടിലും കടന്നു വരികയാണ്. അപ്പൊ അവിടെ നമുക്ക് പൊതുവെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് വിവിധങ്ങളായിട്ടുള്ള ടെൻസുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓരോ ടെൻസിന്റെയും എങ്ങോട്ടാണ് മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സൂചിപ്പിച്ചത് കമാൻഡ്, റിക്വസ്റ്റ് ഇവ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് അത് മാറ്റി എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി നമ്മൾ പോകുന്നത് വേറെ ഒരു കാര്യത്തിലേക്കാണ്. നമ്മളിപ്പോ സെന്റൻസുകളെ നമ്മുടെ ഇനി ഒന്ന് മാറ്റി പറയണം, കുറച്ചുകൂടി ചേഞ്ച് ചെയ്ത് വ്യത്യാസപ്പെടുത്തി പറയണം. അപ്പൊ ഞാൻ വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണഗതിയിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ആ ചോദ്യത്തിന്റെ ആൻസർ ചില ചോദ്യങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, വേറെ ചില ചോദ്യങ്ങൾക്ക് ഐദർ യെസ് ഓർ നോ, ഒന്നുകിൽ യെസ് എന്നായിരിക്കും അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അങ്ങനെ യെസ് അല്ലെങ്കിൽ നോ വരുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ആൻസർ എഴുതേണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീഡ് മാറ്റി എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുതി, അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതേപോലെ പറയാം. The passenger asked. The passenger asked. ASKD. Asked. ഇവിടെ കോമെന്റ് എഴുതുക. Is the train coming on? Is the train coming on time? Coming on time. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, ദ പാസഞ്ചർ ആസ്ക്. പാസഞ്ചർ ചോദിക്കുകയാണ്, ഈസ് ദ ട്രെയിൻ കമ്മിങ് ഓൺ ടൈം? ട്രെയിൻ കൃത്യസമയത്തിന് വരില്ലേ? അപ്പൊ അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലെങ്കിലും വരും അല്ലെങ്കിൽ വരില്ല. ഐദർ യെസ് ഓർ നോ. ആ രീതിയിൽ നമുക്ക് മറുപടി പറയാം. അങ്ങനെ തന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ ആണെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ആർക്കെങ്കിലും പറയാമോ? കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ് നമ്മൾ പറഞ്ഞു വെറുതെ ടു ചേർത്തിട്ട് എഴുതണമെന്ന് പറഞ്ഞു. അതുപോലെ വരുന്ന വേറൊരു എക്സെപ്ഷൻ ആണ് ഇത്. അപ്പൊ ഈ എക്സെപ്ഷനിൽ ഇത് എങ്ങനെ എഴുതണം എന്നുള്ളത് അറിയാമെങ്കിൽ എൻക്വയറി. ഓക്കെ, അത് കുഴപ്പമില്ല, എൻക്വയറി ചേർത്ത് എഴുതാം. ബാലൻസ് ഉള്ളത് പൂരിപ്പിക്കുമ്പോൾ നിമിഷ. The passenger inquired, was the train coming on time? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് നമ്മള് ഇവിടെ നിമിഷ പറഞ്ഞത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്.
അപ്പൊ ലീഷിന് അതിൻ്റെ അത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വന്നാൽ അതെന്തെങ്കിലും വാസ്താവോ അല്ലെങ്കിൽ വേറെ ആവോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതേ ചോദ്യം തന്നെ വൈ ആർ യു ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറയാം ടീച്ചർ ആസ്ക് ബി വൈ ഐ വാസ് ലേറ്റ്. അത് കറക്റ്റാണ്. അത് ഏ സ്വഭാവം അല്ല അത് ആൻസർ. മറിച്ച് എന്താണ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആൻസർ. നിങ്ങൾ എന്തുകൊണ്ട് താമസിച്ചു, അതിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾ താമസിച്ചോ എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ പറയാമെന്നല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് താമസിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഈക്വൽ പോസിബിലിറ്റിയാണ്. 50-50 ചാൻസ് ആണ്. 50% ട്രെയിൻ കൃത്യസമയത്ത് വരാം, 50% ട്രെയിൻ കൃത്യസമയത്ത് വരാതിരിക്കും. അപ്പൊ 50-50 ചാൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം ഒരു ക്വസ്റ്റ്യൻ ആവുകയും ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഐദർ യെസ് ഓർ നോ എന്നുമാണെങ്കിൽ അവിടെ വേറൊരു നിയമം പ്രയോഗിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ടു ചേർക്കൂലേ, കമാൻഡിന്റെ കൂടെ അഡ്വൈസിന്റെ കൂടെ ടു ചേർത്ത് പറയുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെയും ഒരു സംഗതിയുണ്ട്. പറയാമോ? അതായത് നമ്മളിപ്പോ മഴ പെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നമുക്ക് അങ്ങനെ പറയും ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് മേ റെയിൻ ഓർ നോട്ട്. കേട്ടാ, അവിടെ ഉപയോഗിക്കുന്ന വെദർ എന്ന് പറയുന്ന വേർഡ് രണ്ട് വെദർ ഉണ്ട് ഇംഗ്ലീഷില്. ഒന്ന് WEATH വെദർ, അതിന്റെ അർത്ഥം കാലാവസ്ഥ എന്നാണ്. രണ്ടാമത്തെ ഒരു വെദർ ഉണ്ട് ഇംഗ്ലീഷില്, അതിന്റെ അത് WHETHR വെദർ എന്നാണ്. അപ്പൊ WHETHR വെദർ എന്ന് പറയുന്ന വേർഡ് ദാറ്റ് ഷോസ് ഈക്വൽ പോസിബിലിറ്റി, രണ്ട് തുല്യ സാധ്യതയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെദർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. വെദർ യു കം ഓർ നോട്ട്, നീ വരുമോ ഇല്ലയോ എനിക്കറിയില്ല. കേട്ടാ, ഐ ഡോണ്ട് നോ വെദർ യു കം ഓർ നോട്ട്. അപ്പൊ വരാനും സാധ്യതയുണ്ട്, വരാതിരിക്കാനുമുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അതറിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ എനിക്കത് അറിയില്ല എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നമുക്ക് പറയാൻ സാധിക്കും ഈസ് ദ ട്രെയിൻ കമ്മിങ് ഓൺ ടൈം. ട്രെയിൻ കൃത്യസമയത്ത് വരുമോ? യെസ് വരാം, നോ വരാതിരിക്കാം. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അങ്ങനെ വരുമ്പോ വെദർ WHETHR വെദർ എന്ന് പറയുന്ന വേർഡ് ചേർത്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? അതിന്റെ ആൻസർ ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് വെദർ എന്ന് പറയുന്ന വേർഡ് കൂടി ഇവിടെ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. നോക്കിയേ, ദ പാസഞ്ചർ ആസ്ക്ഡ് ഈസ് ദ ട്രെയിൻ കമ്മിങ് ഓൺ ടൈം. അപ്പൊ ഈസ് എന്നുള്ളത് നമുക്ക് വാസ്ത അല്ലെങ്കിൽ വേറെന്താക്കി മാറ്റാം. ചെറിയൊരു വ്യത്യാസം കൂടി പെടുത്തുന്നുണ്ട്. ശിവ, ഈ ടെൻസിൽ തന്നെ മാറ്റിക്കും. Yes, the passenger asked whether the train was coming on time. Whether the train was coming. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വാസ് അല്ലെങ്കിൽ വേറെലോട്ട് മാറ്റണം. അപ്പൊ ട്രെയിൻ എന്ന് പറയുമ്പോൾ അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് വരും? The passenger asked whether, പിന്നെ സബ്ജക്റ്റ് പറയാം ട്രെയിൻ. അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈസ് ആദ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈസ് ആദ്യം വെച്ച് എഴുതാൻ പാടില്ല. വെദർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. വെദർ ദ ട്രെയിൻ വാസ് കമ്മിങ് ഓൺ ടൈം. യെസ്, അതൊന്ന് എഴുതി വെച്ചേക്കാം. അതിന് നമുക്ക് അടുത്തിലോട്ട് പോവാം. നോക്കി, ഈക്വൽ പോസിബിലിറ്റി വരുമ്പോ വെദർ. ഓക്കെ 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 WHETHR വെദർ. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ ഒന്നുകൂടി പറയാം. ദ പാസഞ്ചർ ആസ്ക്ഡ് വെദർ. വെദറും കൂടാതെ നമുക്ക് വേണമെങ്കിൽ അത് ഇഫ് വെച്ചും എഴുതാട്ടോ. അപ്പൊ നമുക്ക് ഏതെങ്കിലും പഠിച്ചിരുന്നാൽ മതി. വെദർ ദ ട്രെയിൻ വാസ് കമ്മിങ് ഓൺ ടൈം. വെദർ ദ ട്രെയിൻ വാസ് കമ്മിങ് ഓൺ ടൈം. യെസ്, അടുത്തത് നോക്കി. The teacher asked the students.
The teacher asked, asked the students, students, students. Have you brought, B-R-O-U-G-H-T, brought your notebooks? Have you brought your notebooks? Inverted comma close. Yes. Okay. തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആണ്. എങ്ങനെ മനസ്സിലായി? ഹാവ് യു എന്നുള്ളത് ചോദ്യമായപ്പോ ഹാവ് ആദ്യം വന്നതാണ്. ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. ബുക്സ്, BOOKS. യശ്വന്ത് ചോദ്യമല്ലേ? ആൻസർ വന്നില്ലല്ലോ. ലിൻഷ പാസീവ് വോയിസിലോട്ട് പോകുന്നു. പാസീവ് വോയിസിലല്ല, റിപ്പോർട്ട് സ്പീച്ച് ആണത്. യെസ്, ഞാൻ പറയാം, ഉത്തരം പറയാം. നോക്കി, ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡന്റ്, വിദ്യാർത്ഥികളോട് ചോദിച്ചു. അപ്പൊ ശ്രീജ ഇതിനകത്ത് സബ്ജക്റ്റ് വിട്ടുപോയിട്ടുണ്ട്. വെതർ കഴിഞ്ഞിട്ട് പറയുന്ന സബ്ജക്റ്റ് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്, ചോദിച്ചു. എന്ത് ചോദിച്ചത്? ഹാവ് യു ബ്രോട്ട് യുവർ ടെക്സ്റ്റ് നോട്ട്ബുക്ക്? നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഇത് കേൾക്കുന്ന ഒരാൾക്ക് നമുക്ക് എന്താ പറയാം? ടീച്ചർ അവരോട് കുട്ടികളോട് ചോദിച്ചു, അവർ അവരുടെ നോട്ട്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതാണ് കറക്റ്റ്. മലയാളത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഇനി ഹാവ് യു ബ്രോട്ട് യുവർ നോട്ട്ബുക്ക് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എഴുതാനുള്ള സൗകര്യത്തിന് നമുക്ക് ചിന്തിക്കാം. ആ ഹാവ് എന്നുള്ളതിന് പകരം യു ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് യു ഹാവ് ബ്രോട്ട് യുവർ നോട്ട്ബുക്ക് എന്ന് വരും, അല്ലെ? അപ്പൊ നമുക്കറിയാം യു ഹാവ് ബ്രോട്ട് യുവർ നോട്ട്ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റി ചിന്തിക്കാമെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കറക്റ്റ് ആയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആയ സെന്റൻസ് ആണ് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ഹാവ് ആദ്യം കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നോട്ട്ബുക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നുകിൽ യെസ് ആണ് ഉത്തരം, അല്ലെങ്കിൽ നോ ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് വരാം. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്, ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. ഈക്വൽ പോസിബിലിറ്റി അല്ലേ? കൊണ്ടുവരാനോ കൊണ്ടുവരാതിരിക്കാൻ ക്വസ്റ്റ്യൻ ആണ്. വെദർ ആ യു എന്നുള്ളത്
പ്രിപ്പോസിഷനിൽ വരുമ്പോ നേരിട്ടല്ല പറയണത്, വിദ്യാർത്ഥികളോടാണ് പറയണത്, നിങ്ങളെ, അല്ലേ? അപ്പൊ അത് ദേ എന്ന് മാറി. വെദർ ദേ ഹാഡ് ബ്രോട്ട് their notebooks. Whether they had brought their notebooks. Yes. Okay. അപ്പൊ കറക്റ്റ് ആക്കാത്തതുകൊണ്ട് ഞാൻ വേറെ പറയാം. If you miss MISS, if you miss the train, TRAIN, if you miss the train, comma, will you fly? Will you fly? FLY. ഇവിടെ comma close ചെയ്യാം. Yes. ഇവിടെ comma close ചെയ്തത് she asked. She asked. Okay. അത് നമുക്ക് നോക്കി. If you miss the train, നിങ്ങൾക്ക് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ, if you miss the train, will you fly? നിങ്ങൾ പറക്കുമോ? അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറക്കും അല്ലെങ്കിൽ പറക്കില്ല. ഓക്കെ. Yes or no ആണ്. She asked. ഒന്ന് ചിന്തിച്ചു തന്നത്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിന്തിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. Yes, ആരെങ്കിലും ഉള്ളത്? ശരിയാ, ചെറിയൊരു മിസ്റ്റേക്ക് അത് കിടപ്പുണ്ട്. അത് ആലോചിച്ച് ഞാൻ മിണ്ടാതിരുന്നത്.
നിങ്ങളൊക്കെ എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലൂ കൊടുക്കുന്നു. നോക്കിയേ, ശരിയായിട്ടില്ല. ശ്രീജ നോക്ക് നോക്ക്, അവിടെ നോക്ക്, നോക്ക് നോക്ക് നോക്ക്. ഓക്കെ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നോക്കി നോക്കി, ഞാൻ ചോദിച്ചിട്ട് നോക്ക്. ഇഫ് യു മിസ് ദ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ വിൽ യു ഫ്ലൈ, നിങ്ങൾ പറക്കുന്നു. ഷീ ആസ്ക്ഡ്. അതിൻ്റെ അകത്ത് ഇഫ് യു മിസ് ദ ട്രെയിൻ എന്നുള്ളത് അത്രയും ഇല്ല എന്ന് വിചാരിക്കും. ഇഫ് യു മിസ് ദ ട്രെയിൻ എന്നുള്ള സംഗതി അവിടെ ഇല്ല, ബാലൻസേ ഉള്ളൂ. ഓക്കെ, ഷീ ആസ്ക്ഡ് വിൽ യു ഫ്ലൈ, നിങ്ങൾ പറക്കുന്നു. അത്ര ഉള്ളത് അത്ര ഉള്ളത് വിചാരിച്ചിട്ട് ചെയ്യുക. നിങ്ങൾ അതിന്റെ കൂടെയാണ് ഈ 50-50 ചാൻസ് ഉണ്ട്. യെസ്, നിങ്ങൾ പറക്കുമോ, അല്ലാണ്ട് ട്രെയിൻ വരുന്നതിന് കൂടെ അല്ല. ട്രെയിൻ വരുമോ വരാതിരിക്കുമോ എന്ന് ചോദിച്ചിട്ടില്ല, മറിച്ച് നിങ്ങൾ പറക്കുമോ ഇല്ലയോ ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഈ യു മിസ് ദ ട്രെയിൻ എന്നുള്ളത് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? അതാലോചിച്ച് ഞാൻ കറക്റ്റ് ആക്കാം. ഷീ ആസ്ക്ഡ് വിൽ യു ഫ്ലൈ എന്ന് മാത്രമുള്ളെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അഞ്ചിന് കറക്റ്റാണ്. ആ വെതർ കഴിഞ്ഞ സബ്ജക്റ്റ് ഉപയോഗിക്കും. വെതർ കഴിഞ്ഞ സബ്ജക്റ്റ് ഉപയോഗിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞ ശേഷം വരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വാചകം കൂടെ എഴുതിയാൽ മതി. അതിന്റെ ടെൻസ് കൂടി നോക്കിയിട്ട് അത് കൂടി എഴുതി കഴിഞ്ഞാൽ കറക്റ്റ്. നമ്മൾ ആദ്യം ഈ ടെൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമുക്ക് ചാലാക്കി കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക്. ഓക്കെ ശ്രീജ. ചെറിയൊരു ഭാഗത്തെ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ഇനി ഉത്തരത്തിലേക്ക് വരാം. ഞാൻ അതുകൂടി പറയട്ടെ. നോക്കി, ഇഫ് യു മിസ് ദ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ അവിടെ വെതർ എന്ന് പറയുന്ന ചാൻസ് ഇല്ല. ഐ വുഡ് ഫ്ലൈ, ഞാൻ എന്ത് ചെയ്യും? പറക്കും. അല്ല, വിൽ യു ഫ്ലൈ, നിങ്ങൾ പറക്കുമോ, നിങ്ങൾ പറക്കുമോ, അല്ലെ? നേരിട്ട് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ആ ചോദിച്ച ആൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മാറ്റാം? ഐ എന്നോ വി എന്നോ മാറ്റാം. യെസ്, അപ്പൊ നിങ്ങൾ പറക്കുമോ, അവിടെയാണ് എന്ത് വരുന്നത്? വെതർ വരുന്നത്. ഇത് നോക്കിയേ, വിൽ യു ഫ്ലൈ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എഴുതാനുള്ള സൗകര്യത്തിൽ ചിന്തിക്കുകയാണ്. യു വിൽ ഫ്ലൈ എന്ന് എഴുതിയാലും കറക്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത് വിൽ യു ഫ്ലൈ എന്നുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ടെൻസാണ്. അപ്പൊ അതെന്ത് ആക്കണം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കണ്ടീഷണൽ ഫോമിലോട്ട് മാറ്റണം. അപ്പൊ അത്രയും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഷീ ആസ്ക്ഡ് വെദർ, യു എന്നുള്ളത് ഐ അല്ലെങ്കിൽ ബി ആക്കാം. നിങ്ങൾ എന്ന് പറയുമ്പോൾ അവര് തന്നെ വീണ്ടും വേദനോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഞാനാക്കാം. യെസ്, വെദർ ഐ വുഡ് ഫ്ലൈ, വെദർ ഐ വുഡ്, WOULD, ഐ വുഡ് ഫ്ലൈ. അത്രേ. ഇനി നോക്കിയേ, ഇഫ് യു മിസ് ദ ട്രെയിൻ, മിസ് എന്ന് പറയുമ്പോൾ ഏതാ ടെൻസ്? പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. നമ്മൾ നേരത്തെ സിമ്പിൾ ഫ്യൂച്ചർ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റി. ഇനിയിപ്പോ നമ്മൾ കാണുന്നത് പ്രസന്റ് ടെൻസ് ഏത് ടെൻസിലോട്ട് മാറ്റണം? പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിസ് പ്രസന്റ് ടെൻസ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം, വെദർ ഐ വുഡ് ഫ്ലൈ
if I missed MISCD, missed the train. If I missed the train. അപ്പൊ ഇതിനകത്ത് രണ്ട് ടെൻസ് വന്നിട്ടുണ്ടായിരുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ വേറെ ഒന്നുകൂടി ഉണ്ടായിരുന്നു, അത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റിനെ നമ്മൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതി, സിമ്പിൾ ഫ്യൂച്ചറിനെ നമ്മൾ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതി. ഓക്കെ, അപ്പൊ എന്റെ ആൻസർ ഇതാണ്. ഷീ ആസ്ക്ഡ് വെദർ I would fly, I would, if I missed, MISCD, missed the train. If I missed the train. Okay. അടുത്തത് ഇവിടെ കോമൺ. Do you want want a first class, or second class ticket, first class or second class ticket. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ആസ്ക്ഡ് the clerk, asked the clerk, CLERK, clerk. Yes, very good. Do you want a first class or second class ticket? Asked the clerk. ഏത് ടിക്കറ്റാണ് വേണ്ടതെന്ന് ക്ലർക്ക് ചോദിച്ചു. നിങ്ങൾക്ക് ഏത് ടിക്കറ്റാണ്? അപ്പൊ നിങ്ങൾ തന്നെയാണ് വേറെയോട് പറയുകയാണെങ്കിൽ എന്ത് പറയും? എനിക്ക് ഏത് ടിക്കറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏത് ടിക്കറ്റാണ് വേണ്ടതെന്ന് ക്ലർക്ക് ചോദിച്ചു. ഓക്കെ, വിശ്വ ഇത് ചോദ്യം തന്നെയാണ്. അപ്പൊ ക്ലർക്ക് ചോദിച്ചു എന്നോട്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആണോ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ആണോ വേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. ഓക്കെ,
ആ ഡിഡ് നമുക്കൊന്ന് മാറ്റുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കി. ഡിഡ് പ്ലസ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ സമയം പോകുന്നതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് പറയുന്നത്, ഡു യു വാണ്ട്, നിങ്ങൾക്ക് വേണമോ എ ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ്? ആസ്ക്ഡ് ദ ക്ലർക്ക്. The clerk asked whether എന്ന് എഴുതിയ ശേഷം സബ്ജക്റ്റ് വേണം. യു എന്നുള്ളത് എന്താവും? ഐ എന്നാവും. വെദർ ഐ, പിന്നെ ചെയ്തിരിക്കുന്നത് ഡിഡ് എന്നുള്ളത്, ഡു എന്നുള്ളത് ഡിഡ് ആക്കി. അതിനേക്കാളും വേഗം ആ ഡു അങ്ങാട് കളഞ്ഞിട്ട് ആ വാണ്ട് എന്നുള്ളത് അത് പാസ്റ്റ് ടെൻസ് അയക്കാൻ മതി. അത് പ്രസന്റ് ടെൻസ് അല്ലേ വാണ്ട്? യെസ്. അതെന്തായിരുന്നു? നമ്മള് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എന്തായി? വെദർ ഐ വാണ്ടഡ് എ ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ്. ഒരാൾ എഴുതിയപ്പോ വെദർ ഐ ഡിഡ് വാണ്ട്. ഡിഡ് വാണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചോദ്യത്തിൽ നിന്ന് മാറ്റുന്നത് കൊണ്ട് അത് നമുക്ക് ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് എന്നല്ലേ. തന്നിരിക്കുന്ന വാചകം പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലോട്ടാണ് മാറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. പിന്നെ കറക്റ്റ് ആൻസർ ഞാൻ ഒന്ന് പറയാം. The clerk asked whether I wanted a first class or second class ticket. First class or second class ticket. Okay. ഞാനിത് എഴുതിനല്ലോ. No. ഞാനത് എഴുതിന അതിന്റെ ആൻസർ. ആ ഫസ്റ്റ് സർ പറഞ്ഞ ക്വസ്റ്റ്യൻ അതിന്റെ താഴത്ത് അത് തന്നെയാണല്ലോ ആൻസർ എഴുതിയത്. ചോദ്യം തന്നെ എഴുതിയില്ലേ? അല്ല, അതിന്റെ അടിയിലാണ് ആൻസർ. അത് ഫസ്റ്റ് സർ തന്ന ക്വസ്റ്റ്യന് അതിന്റെ അടിയിൽ ആൻസറും ഉണ്ട്. സർ ഫസ്റ്റ് ഉള്ളത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചത് എന്താ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. അപ്പം ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയത്, എന്നിട്ട് അതിന്റെ ആൻസർ എഴുതി. ഓക്കെ സർ. ശരി. അടുത്ത വാചകം പറയാം. ഇതിനകത്ത് സംശയം ചോദിച്ചേക്കുന്നുണ്ട്. ടെസ്റ്റ്. Did you hear, H-E-A-R, hear the news, N-E-W-S? Did you hear the news? അത്രയും ഇങ്ങോട്ട് കോമൺ ആകത്തില്ല. Did you hear the news? Question mark. He said. Okay, here you go. നഷ്വ ടെൻസ് കണ്ടുപിടിച്ച ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡിറ്റും പ്രസന്റേഴ്സും വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? പാസ്റ്റിനനുസരിച്ച് സംഗതി തന്നിരിക്കുന്നത്. പാസ്റ്റിനനുസരിച്ച് എങ്ങോട്ട് മാറ്റണം പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടില്ല. അവിടെ ഒന്നും കറക്റ്റ് ചെയ്ത ബാക്കിയൊക്കെ ശരി. ഡിഡ് പ്ലസ് പ്രസന്റേഴ്സ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് ഹിയർ എന്ന് പറയുന്ന പ്രസന്റേഴ്സ് ഉണ്ട് കേട്ടാ. അപ്പൊ ഡിറ്റും ഹിയറും വന്നു കഴിയുമ്പോൾ അത് ഹേർഡ് എന്താണെന്ന് നമ്മൾ വിചാരിക്കണം. ചോദ്യമായതുകൊണ്ടാണ് ഡിറ്റ് ആദ്യം വന്നിട്ടുള്ളത്. നിങ്ങൾ വാർത്ത കേട്ടോ? അപ്പൊ പറയാം യെസ് കേട്ടു, നോ കേട്ടില്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്.
അതേ മിസ്റ്റേക്ക് തന്നെ ശ്രീജയ്ക്ക് പറ്റിയിട്ടുണ്ട്. തന്നിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ശ്രീജ ഉത്തരം എഴുതിയതും പാസ്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് ടെൻസിൽ വരുമ്പോ ഏത് ടെൻസിലോട്ട് മാറ്റണം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആക്കാം. ഇപ്പൊ ശരിയായി, ഇപ്പൊ കറക്റ്റ്. ആരെങ്കിലും ഓക്കെ, അപ്പൊ ഇത് ആൻസർ ചെയ്യാൻ വായിക്കാം. ഡിഡ് യു ഹിയർ ദ ന്യൂസ്? നിങ്ങൾ വാർത്ത കേട്ടോ? അപ്പൊ ഡിഡ് ഉണ്ട്, പിന്നെ ഹിയർ എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ഉണ്ട്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ് വിചാരിക്കുന്നത്. ഡിഡും പ്രസന്റ് ടെൻസും വന്ന് പാസ്റ്റ് ടെൻസ് ആണ് വിചാരിക്കുന്നത്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആയി പാസ്റ്റ് പെർഫെക്റ്റിലേക്കല്ലേ ഒന്ന് മാറ്റിയതുണ്ടത്. പിന്നെ ആൻസർ he asked whether I had heard the news. I had heard. Okay. Another question. Did you voted? VOTED. Voted. Did you voted? ഞാൻ ഒരു പറയട്ടെ. ഡിഡ് യു വോട്ടഡ് അല്ല, വോട്ട്, VOTE, വോട്ട്. ഡിഡ് യു വോട്ട് ഇൻ ദി ലാസ്റ്റ് ഇലക്ഷൻ? ഡിഡ് യു വോട്ട്, VOTE ഉള്ളൂ. ഡിഡ് യു വോട്ട് ഇൻ ദ ലാസ്റ്റ് ഇലക്ഷൻ? PLCTION. Did you vote in the last election? ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. അതിന്റെ എഴുതുക he asked. Okay. ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് പോലെ തന്നെയാണ്. ശ്രദ്ധിച്ച ഡിഡ് യു വോട്ട്? നിങ്ങൾ വോട്ട് ചെയ്തു. ദി ലാസ്റ്റ് ഇലക്ഷന്, അവസാനത്തെ ഇലക്ഷനിൽ നിങ്ങൾ വോട്ട് ചെയ്തു അവൻ ചോദിച്ചു. ഓക്കെ രേഷ്മ, കറക്റ്റ്. ഡിഡ് പ്ലസ് വോട്ട് പാസ്റ്റൻസ് ചെയ്യും. വോട്ട് എന്ന് വിചാരിക്കും മനസ്സിലായി. VOTED പാസ്റ്റൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും അങ്ങനെയാണ്. VOTED. യെസ്, ഒരാളെ എഴുതിയുള്ളൂ. യെസ്, അപ്പൊ ഞാൻ ആൻസർ വായിക്കാം. Did you vote in the last election? He asked whether
I had voted, V-O-T-E-D. I had voted in the last election. Whether I had voted in the last election. Okay. അടുത്തിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ആ സീരിയലിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു സീരിയലിനെ കുറിച്ച് പറഞ്ഞപ്പോ ആർഷ, ഓക്കെ രേഷ്മ? യെസ് സർ. ആർഷ പറഞ്ഞു അല്ലേ? അതെ അതെ പറഞ്ഞിരുന്നു. അത് നമ്മൾ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത വർഷം പറയാന്ന് പറഞ്ഞു. അല്ലേ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്? അതെ അതെ. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ആ ചാൻസ് പറയുകയാണ്. ആർക്കെങ്കിലും പറയാനായിട്ട് താല്പര്യപ്പെടും? എനിബഡി? ആർക്കെങ്കിലും പറയാൻ താല്പര്യം? അതായത് ലക്ഷ്മ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാറിന്റെ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സീരിയലുകൾ, മലയാള സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്നൊരു അഭിപ്രായം പുള്ളി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രണ്ട് അഭിപ്രായങ്ങൾ വന്നു. അപ്പൊ അനുകൂലിച്ചവര് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം കറക്റ്റാണ്, കൃത്യമാണ്, അതിന്റെ അത് യാതൊരു തെറ്റുമില്ല, കറക്റ്റാണ്, സീരിയലുകളൊക്കെ സെൻസർ ചെയ്യേണ്ട കാലം അതിക്രമിച്ചു അതൊക്കെ പറഞ്ഞിട്ട് കുറെ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറഞ്ഞത്. അപ്പൊ പ്രേംകുമാർ പറഞ്ഞതിന് തെറ്റില്ല എന്നാണ് അവര് പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞവര് പറഞ്ഞത് ഈ സീരിയൽ എന്ന് പറയുന്ന മേഖല പ്രത്യക്ഷമായും പരോക്ഷമായും ധാരാളം ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു മേഖലയാണ്. ഡയറക്റ്റ് അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്ക് ടെക്നീഷ്യന്മാർക്ക് തന്നെ ഒരുപാട് പേർക്കുണ്ട്. അതാണ് ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഗിവ്സ് എംപ്ലോയ്മെന്റ് ടു thousands of people. Yes. ഇത് കൂടാതെ ഇൻ അഡീഷൻ ടു ദാറ്റ്, അതും കൂടാതെ വൈകുന്നേരങ്ങളിൽ വീട്ടിലിരിക്കുന്ന അപ്പാപ്പന്മാർക്കും അമ്മമാർക്കും ഒരു നേരം പോക്കാണ് ഈ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്കൊരു ആശ്രയം, അവർക്ക് പുറത്തു പോകാനായിട്ട് മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ആശ്രയവും അവർക്കൊരു ആനന്ദവുമാണ്. അപ്പൊ അതുകൊണ്ട് അത് നിർത്തേണ്ടതില്ല, അത് അതുപോലെ തുടരട്ടെ എന്ന അഭിപ്രായം കൂടി വന്നു. അപ്പൊ ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഞാൻ ഓരോരുത്തരോടും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞത്. അപ്പൊ കുറച്ചുപേർ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതാണ് നെഷു ചോദിച്ചത്. നെഷുക്ക് നെഷുയുടെ അഭിപ്രായം പറയാം. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല, 2-3 ക്ലാസ് മിസ്സായി പോയി. അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല. എനിക്ക് രണ്ടഭിപ്രായം ഉണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പെട്ടെന്ന് പറയാൻ എങ്ങനെയാന്ന് എനിക്ക് അറിയുന്നില്ല. നെഷു പറഞ്ഞ കേട്ടിട്ട് വേണം മറ്റുള്ളവർക്ക് അതില് പ്രചോദനമായിട്ട് അവർക്ക് പറയാൻ. പിന്നെ 2 വർഷം എന്ന് വെച്ചാല് ഫസ്റ്റ് നെഗറ്റീവ് പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്താ പറയാ, ഇംഗ്ലീഷിൽ പറഞ്ഞോ? ഇംഗ്ലീഷ് ശ്രമിക്കാം സർ. In my opinion, according to me എന്ന് പറഞ്ഞിട്ട് സ്വന്തം അഭിപ്രായം പറയാം. According to me, I think positive side and also negative side. Okay. Negative side, what I mean is, in some cases, it will affect the mental health of the watching people. Yes. Because over addiction makes them feeling depression or any other thing like that. Yes. I mean, over addiction means anxiety, stress. In that way, I think very negative. Yes. Feelings. Then physical eye strain, Yes. sleep disturbances. Yes. In that case also, I think it affects the negativity. Yes. Then social relationships. Yes. So excessive serial watching, I think, can lead to
social isolation, because all are watching in serial. Yes. They don't love to talk to family members and other relatives. Okay. They all are pushed to sit to their own rooms and watching so many times in front of TV. Yes. I think that really affected the social isolation, Yes. and that will affect the relationship. Yes. Then what is it? Social isolation. Okay. സാമൂഹ്യപരമായിട്ടുള്ള ഒറ്റപ്പെടൽ. Very good. Then spending more time, they miss their more opportunities. Yes. Their learning and any other their ability they don't express, because Yes. most of the time they spend in TVs watching TV serials. Yes. In all that things, I think these are the negativity of watching serials. Yes. And in other case, positive faces also, I think. So let me ask you a question. Okay. If you get a chance to act in a serial, will you Yeah. accept the offer? No, sir, I don't know to act. Suppose that you know how to act, will you accept? No, I think I don't understand in that field. Yes. I love to watch movies and all, but I don't love to act. Okay. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആക്ടിങ് നമുക്ക് അറിയാമെന്ന് വിചാരിച്ചു. നമുക്ക് ചാൻസ് കിട്ടി കഴിഞ്ഞാൽ പോകും. No, sir, no. എത്ര ചാൻസ് കിട്ടിയാലും ഞാൻ പോകില്ലെന്നാണ് പറഞ്ഞത്. Because my family is a complete Orthodox family, so I don't want to go. Yes. അല്ല അത് ഇപ്പൊ പറയുമ്പോ നമ്മൾക്ക് പോകാൻ ഇഷ്ടപ്പെട്ടു, പക്ഷെ മൈ ഫാമിലി ഈസ് ആൻ ഓർത്തഡോക്സ് ഫാമിലി. No, not for family. It's my case also. I don't like. Yes. Okay. Very good. അപ്പൊ ഓക്കെ, നിഷ്വ, യുവർ പെർഫോമൻസ് വാസ് വെരി മാർവലസ്, വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്നിരിക്കുന്നതിൽ തന്നെ നിങ്ങൾ അതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അഞ്ജലിയൊക്കെ പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം. ആർഷ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ലിനി പറഞ്ഞതാണോ? സ്റ്റെഫി എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ലിനി, സ്റ്റെഫിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്. ഓക്കെ സ്റ്റെഫി, വെരി ഗുഡ്. ഇവരൊക്കെ എഴുത്തിന്റെ ആൾക്കാരാണ്, പറയൂല. ആർഷക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ട്രൈ ചെയ്യാം സാർ. വെരി ഗുഡ്. ഒരു കാര്യം ചെയ്തോ, മനസ്സിലത് റെഡിയാക്കി വെച്ചോ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഓക്കെ അത് എന്റെ ഇടയ്ക്കൊന്ന് റെഡിയാക്കി വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് മലയാളം വേർഡുകളൊക്കെ പറഞ്ഞിട്ട് ആ വേർഡിന്റെ ഇംഗ്ലീഷിലൂടെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരു 10-30 എണ്ണം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സംഗതി കൂടി നമുക്കൊന്ന് പറയാം. സപ്പോസ് തന്നെ നിങ്ങളിങ്ങനെ കുട്ടികളുമായിട്ട് പോകുന്ന സമയത്ത് കുട്ടികളോട് പറയണം അവിടെ പോകൂ. എങ്ങനെ പറയും ഇംഗ്ലീഷ്? Go there. കറക്റ്റ് ആൻസർ. Go there. Go there. അവിടെ പോവുക. യെസ്. പിന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ചു. അപ്പൊ നിങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ അതിന്റെ മറുപടി പറയാണ് ഇപ്പോൾ വേണ്ട എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുമ്പോ എങ്ങനെ പറയുമെന്ന് പറഞ്ഞ്. Not yet. Not Yet. അല്ല, ഇപ്പോൾ വേണ്ട. Not now. Not now നൽകാം കേട്ടോ. ഗെറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നൗ നൽകാം. നോട്ട് നൗ എന്നോട് ഇപ്പോൾ വേണ്ട. നോട്ട് നൗ, ഇപ്പോൾ വേണ്ട.
യെസ്, ഓക്കെ. അപ്പൊ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവര് അവിടെയുള്ള ചുമരിലൊക്കെ വരച്ചിടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരോട് നമ്മൾ പറയുകയാണ്, ചുമരുകളിൽ വരയ്ക്കരുത്, ചുമരുകളിൽ വരയ്ക്കരുത്. ചുമര് എന്നുള്ളതിന് വാൾ, വരക്കുക എന്നുള്ളത് നമുക്കറിയാം. യെസ്, ചുമരുകളിൽ വരയ്ക്കരുത്. Don't draw on the walls. ഓക്കെ, ഡോണ്ട് ഡ്രോ കേട്ടോ, ഡോണ്ട് ഡ്രോ. ആ ഡ്രോ എന്നൊന്ന് മാറ്റിയിട്ട് വേറെ വല്ലതും നമുക്ക് ഏത് വാക്കാനും വേണ്ട അവിടെ ചേർത്താൽ മതി. വാൾസ് എന്നുള്ളതിന് പകരം ചിലപ്പോൾ ബ്ലാക്ക് ബോർഡ് എന്നായിരിക്കും, അപ്പൊ ബ്ലാക്ക് ബോർഡ് ചേർത്താൽ മതി. അപ്പൊ അത് മാറ്റിയത്. അപ്പൊ ഡോണ്ട് ഡ്രോ, സ്റ്റിക്ക് നോ ബിൽസ്, പരസ്യം പതിക്കരുത് കേട്ടോ, പരസ്യം പതിക്കരുത്, സ്റ്റിക്ക് നോ ബിൽസ്. ഓക്കെ, വെരി ഗുഡ് നിഷോ. യെസ്, ഇനി അടുത്തത്, നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കുക, നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കുക. Take your clothes. ടേക്ക് യുവർ ക്ലോത്ത്സ്, ശരിയാണ്. ആ ടേക്ക് എന്നുള്ളതിന് പകരം വേണമെങ്കിൽ നമുക്ക് പിക്കപ്പ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. പിക്കപ്പ് പെറുക്കിയെടുക്കുക എന്നല്ല, പിക്കപ്പ് യുവർ ക്ലോത്ത്സ്, നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കുക. പിക്കപ്പ് യുവർ ക്ലോത്ത്സ്, ദാറ്റ് ഈസ് ആൾസോ കറക്റ്റ്, അതും കൃത്യമാണ്. ഇതുപോലെ ടേക്ക് യുവർ ക്ലോത്ത്സ് എന്ന് ലിനി പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആണ്. ഈ അടുത്തത് നമ്മൾ പറയുകയാണ്, നിങ്ങളുടെ ഷൂസ് ധരിക്കുക, നിങ്ങളുടെ Wear your shoes. വെയർ Your shoes. വെയർ യുവർ ഷൂസ്. അത് കൂടാതെ വേറെ എന്തെങ്കിലും രശ്വ? Put on your shoes. യെസ്, കറക്റ്റ് ആണ് രശ്വ. ആശ്ര പറഞ്ഞത് കറക്റ്റ് ആണ്. ആ ഓൺ എന്ന് പറയുന്ന വേർഡ് ലാസ്റ്റ് പറയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്. Put your shoes on. That is കുറച്ചുകൂടി ബ്യൂട്ടി കേട്ടാ. പുട്ട് ഓൺ എന്ന് പറയുന്നത് ആ ഓൺ എടുത്തിട്ട് ലാസ്റ്റ് പറയാം. പുട്ട് യുവർ ഷൂസ് ഓൺ. അപ്പൊ നിങ്ങളുടെ ഷൂസ് ധരിക്കുക എന്നുള്ള അർത്ഥം. പുട്ട് യുവർ ഷൂസ് ഓൺ. യെസ്, ഓക്കെ രശ്വ പറഞ്ഞത് കറക്റ്റ് ആണ്. ആ ഓൺ ഇപ്പോഴത്തോട്ട് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവും എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. അടുത്തത്, നിങ്ങൾ നിൽക്കുന്നത് ഒരു രോഗിയുടെ അടുത്താണ്. അപ്പൊ രോഗിയോട് നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ മരുന്ന് കഴിക്കുക, നിങ്ങളുടെ മരുന്ന് കഴിക്കുക. ഓക്കെ യേശു, ഹാവ് യുവർ മെഡിസിൻ. കറക്റ്റ് ആണ്, ഹാവ് യുവർ മെഡിസിൻ. ഹാവ് പകരം നമുക്ക് വേണമെങ്കിൽ വേറെ ഏത് വാക്ക് ഉപയോഗിക്കാം. ടേക്ക് യുവർ മെഡിസിൻ, ടേക്ക് യുവർ മെഡിസിൻ, അത് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത്, നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയാണ്, അവരുടെ ടോയ്സ് ഒക്കെ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോ പറയാണ്, വേറൊരു കൂട്ടുകാരൻ വന്നപ്പോ അവനും കൂടി കൊടുക്കാൻ പറയുന്നത്. അത് നമ്മൾ പറയുന്നതാണ്, നിന്റെ കളിപ്പാട്ടങ്ങൾ പങ്കിടുക, നിന്റെ കളിപ്പാട്ടങ്ങൾ. Share your toys. കറക്റ്റ്, ഷെയർ യുവർ ടോയ്സ്, ഷെയർ യുവർ ടോയ്സ്. ഓക്കെ ഓക്കെ ഓക്കെ, ഷെയർ യുവർ ടോയ്സ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്, കറക്റ്റ്, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ശരിയാണ് രശ്വ, കറക്റ്റ്. അതെ, ഇനി കുട്ടികൾ ഓടിക്കളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ കുട്ടികളോട് നിങ്ങൾ പറയുന്നു, അങ്ങനെ ഓടരുത്, അങ്ങനെ ഓടരുത്. Don't run like that. Okay, it's correct. Don't run. Okay, Nishwa. Don't run like that. അങ്ങനെ ഓടരുത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനിയും ഒരു സദസ്സിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ
വേറൊരാളോട് പറയുകയാണ്, നിങ്ങളുടെ മര്യാദകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ മര്യാദകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ മര്യാദകൾ ഉപയോഗിക്കുക. behave yourself. ഓക്കെ, മാന്യമായി പെരുമാറുക. ഓക്കെ ആർഷ, ഇനി വേറെ ഏതെങ്കിലും? യെസ്, അത് കറക്റ്റാണ്. behave yourself, മാന്യമായിട്ട് പെരുമാറുക. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറയാം. നിങ്ങളുടെ മര്യാദകൾ ഉപയോഗിക്കുക. യൂസ് യുവർ മാനേഴ്സ്. യൂസ് യുവർ മാനേഴ്സ്. യൂസ് യുവർ മാനേഴ്സ്. അപ്പൊ ഇതും കൂടിയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. യൂസ് യുവർ മാനേഴ്സ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആർഷക്കുള്ള അവസരം തരികയാണ്. ആർഷ പറഞ്ഞോളൂ. Yes, sir. I remember as a kid, like growing up, I was so much exposed to this TV serials. Yes. So I used to think that I will behave like the heroine when I grew up, Oh, yes. and then I'll be like her when I grew up. But when I reached my adulthood, it made me think that how the serials influenced me as a kid. Yes. So I don't think it is a good entertainment for kids. So don't let our children watch those serials and influenced by these characters. So let them enjoy their childhood, not with this serial. Question. If it is a film, they also will have the influence on the people. Yes, sir. മുമ്പൊരു എന്റെ സൂര്യപുത്രിക്ക് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടു കാണുമ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം കോളേജിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥിനികൾ അതുപോലെ ക്ലാസ് അല്ല ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ പല കള്ളന്മാരെയും നമ്മുടെ പോലീസ് പിടിച്ചു കഴിയുമ്പോൾ അവർ പറയും, എന്താണ് ഈ മോഷ്ടിക്കാനുള്ള പ്രചോദനം എന്ന് ചോദിക്കുമ്പോൾ അവർ ചില സിനിമയുടെ പേര് പറയും, ഇന്ന സിനിമയാണ് ഞങ്ങളെ ഇത് മോഷ്ടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ തന്നത് എന്ന് പറയും. യെസ്, അത് നമുക്ക് ജാക്കി ചാന്റെ പടങ്ങൾ കാണുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ അതിനകത്ത് മോഷ്ടിക്കുന്ന ആളെ പിടിക്കപ്പെടുന്നുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് വിചാരിക്കും അത് പിടിക്കപ്പെടാതിരിക്കും, ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്താൽ പോലെ നമുക്കൊരു ഐഡിയ കിട്ടാറ്. ഓക്കെ, അപ്പൊ നോട്ട് ഓൺലി സീരിയൽ ബട്ട് ആൾസോ ഫിലിം ക്യാൻ ആൾസോ ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ. ഓക്കെ, അപ്പൊ ഫിലിം നിരോധിക്കേണ്ടത് തന്നെയാണോ? Try not to include such violent things or such things that influence others. For Yes. example, recently I've heard that there is a crime like Drishyam movie model. So the thing is that it makes people afraid that how can people get influenced after watching these movies. So Yes. we can try not to include these types of scenes in the movies. ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ ഞാൻ യശ്വിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ അശ്വിനോട് ചോദിച്ചു. ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു ആക്ട് ഇൻ സീരിയൽ, വിൽ യു അക്സെപ്റ്റ് ദ ഓഫർ? No, sir, because 9,000 rupees per day. no, sir. I'm not into acting. I have poor acting skills, so. And You reject the offer because you don't know how to act. Suppose that you know how to act. Will you accept it, the offer? അല്ലെങ്കിൽ ഡയറക്ടർ നിങ്ങളോട് ഉറപ്പ് പറയും അത് ആക്ടിങ് അറിയാൻ പറ്റില്ല, കുഴപ്പമില്ല, അപ്പൊ അതുകൊണ്ട് ബാക്കിയൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം അല്ലെങ്കിൽ റെഡിയാക്കി തരാം എന്നൊരു ഓഫർ തന്നു വിചാരിക്കും.
will you go? Will you receive the offer? You will get a 10,000 rupees per day. Yes, sir. I'll go for acting. Okay. But I'll first I will I will read the story and how can my role lead in the how does my role lead in the script? So if I'm okay with it, I'll act. You will receive the offer. Okay. Yes, sir. One question. And you told earlier that serials are making so much problems in the society, in the community, but you are ready to act in the serial also. Then there is a paradox. Is it right? Yes, sir. Then okay, yeah, English you can say that I want the money, so I want to act. I will check the Yes, role. sir. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അത് വരാത്തോണ്ടാണ്. I will check the role എന്നൊക്കെ പറഞ്ഞു. I will read the story and I will search whether it is against the social evil or whether it is creating the social evil. Depending upon that, I will decide whether I should act or not. അപ്പൊ സ്റ്റോറി മാത്രമേ പറഞ്ഞോളൂ, സ്റ്റോറിയുടെ രീതിയെ കുറിച്ച് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നോ പ്രോബ്ലം കേട്ടോ. Okay, sir. Very good. Okay. Your performance was very good. Okay. Thank you, sir. Okay. അപ്പൊ ഇനി ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയുക. ആ ചോദ്യങ്ങള് എല്ലാത്തിന്റെയും ആൻസർ ആരംഭിക്കുമ്പോൾ PH, P and H. Pയിലും വെച്ചാണ്. ഫസ്റ്റ് ലെറ്റർ P, സെക്കൻഡ് ലെറ്റർ H. P തുടങ്ങി രണ്ടാമത്തെ ലെറ്റർ Hൽ വരുന്ന ഒരു ഉത്തരമാണ് നിങ്ങൾ പറയേണ്ടത്. All answers should begin with the letter PH. അപ്പൊ നിങ്ങൾ Pയിൽ വെച്ച് തുടങ്ങിയാൽ കഴിഞ്ഞാല് അത് H കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും അതിന്റെ അകത്ത്. കാരണം എന്നാലാണ് ആൻസർ സൂട്ട് ആവുള്ളൂ PH എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പ്രാവശ്യവും നമ്മൾ ആകെ 12 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആരുടെയും പേരൊന്നും സെപ്പറേറ്റ് ഗ്രൂപ്പ് ഒന്നും ആക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഓക്കെ. അപ്പോ ചോദ്യം ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്: എ പിക്ചർ മെയ്ഡ് യൂസിങ് ക്യാമറ. എ പിക്ചർ Photo. ഓക്കെ ലിനി, യുവർ ആൻസർ ഇസ് റൈറ്റ്. നെക്സ്റ്റ് പറയാൻ പോയതാണോ? പറഞ്ഞു സർ. പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ ലിനി ഉണ്ട്, നെഷു ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എ പിക്ചർ മെയ്ഡ് യൂസിങ് ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ഒരു ചിത്രം, ദാറ്റ് ഈസ് ഫോട്ടോ. നോ പ്രോബ്ലം, ഇറ്റ്സ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ഷോപ്പ്, SHOP, shop, where medicines are sold. Pharmacy. Yes. അപ്പൊ നെക്സ്റ്റ് ഇനി തന്നെയാണ് വന്നത്. ആർഷ വന്നു, അതിന് തൊട്ട് പുറയിലായി പോയി കേട്ടോ. അപ്പൊ ആർഷക്ക് ഉത്തരം അറിയാം. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ, ഫാർമസി. അത് നിങ്ങൾക്ക് അറിയാമായിരുന്നു. കാരണം എന്താ വെച്ചാല് കോമൺ ആയിട്ടുള്ള ഒരു വേർഡല്ലേ അത്. ഇറ്റ് ഇസ് എ കോമൺ വേർഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എ ഷോപ്പ് വെയർ the medicines are sold, pharmacy. എപ്പോഴും PH വരും, PH. Okay. Next question: a mythical, MYTHICAL, myth എന്ന് പറയാറ്, mythical bird, BIRD, bird that rises from its ashes, ASHES. Phoenix. ഓക്കെ, ഫിനിക്സ് പക്ഷി അല്ലെ, ചാരത്തിൽ നിന്ന് ചിറകടിച്ചുണരുന്നു എന്നാണ് അതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം. ഓക്കെ. എന്താ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാജയത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് പടവുകൾ കയറി പോകുന്നു എന്നുള്ള ഒരു ഫ്രൈസാണ് ഫിനിക്സ് പക്ഷി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്: an extreme fear, FEAR, fear,
that is not logical. An extreme fear that is not logical. Phobia. Is a correct answer. Arsha, correct. Phobia. ഞാൻ ആരും പറയാതിരുന്നതിനെ ഞാൻ വിചാരിച്ചു ആൻസറിനും ഞാൻ പറയും എനിക്കൊരു പോയിന്റ് കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ, യു ആർ റൈറ്റ്. ഓക്കെ, ആൻഡ് എക്സ്ട്രീം ഫിയർ, ചില ഭയം നമുക്ക് വരും. ബട്ട് നോട്ട് ലോജിക്കൽ. അതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചു പോയ കാരണങ്ങൾ ലോജിക്കല്ല, അതിപ്പോ പേടിക്കേണ്ട കാര്യമില്ല. എന്നാലും അകാരണമായിട്ട് നമുക്ക് ചില ഭയങ്ങൾ വരും, പേടിക്കുന്ന കാണാം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫോബിയ എന്ന് പറയുന്നത്. യെസ്, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. A device to contact Phone. with someone. Okay. Phone. Okay. നെഷ്വലിനിയുമാണ് അത് പറഞ്ഞത്. ഓക്കെ, എ ഡിവൈസ്. അപ്പൊ ഞാൻ പകുതി വരെ പറഞ്ഞപ്പോൾ നമ്മുടെ ഉത്തരം വന്നു കഴിഞ്ഞു. എ ഡിവൈസ്, ഒരു ഉപകരണം. ടു കോണ്ടാക്ട് സമ്മൺ, ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനുള്ള ഉപകരണം. ദാറ്റ് ഈസ് ഫോൺ. അപ്പോഴും PH അവിടെ വന്നു കഴിഞ്ഞു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The science of properties. The science of properties of energy and matter. The science of properties of energy and matter. Physics. So correct answer, Lini. Very good. Physics. എനർജിയെ കുറിച്ചും എന്നോടൊപ്പം തന്നെ മാസ് അതിനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഫിസിക്സ് ആണ്. ദ സയൻസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് എനർജി ആൻഡ് മാറ്റർ. ഓക്കെ, ഫിസിക്സ്. അടുത്തത് സിമ്പിൾ ആണ്, പെട്ടെന്ന് പറയാൻ പറ്റും. എ കിങ് ഇൻ ഏൻഷ്യന്റ് ഈജിപ്ത്. A king in ancient Egypt. Pharaoh. Okay. ഫറവോ എന്നുള്ളതാണ് മലയാളത്തിൽ നമ്മൾ എന്താ പറയാ? PHAROH കേട്ടോ, ഫറവോ രാജാക്കന്മാരുടെ. നമുക്ക് കോഴിക്കോട് രാജാക്കന്മാരെ സാമൂതിരിമാരെന്നല്ലേ പറയുന്നത്. അതുപോലെ ഈജിപ്തിലെ ആളുകൾ പറഞ്ഞത് ഫറവോസ്. ഓക്കെ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ജനറൽ ടേം ഫോർ എ ഡോക്ടർ who has a medical degree. Physician. Okay. അപ്പൊ ലിനിയുണ്ട്, ആർഷയുണ്ട്. ഓക്കെ Sir, ഞാനും പറഞ്ഞിനി. ഓക്കെ രേഷു. യെസ്. അപ്പൊ 3 പേർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എ ജനറൽ ടേം ഫോർ ദ ഡോക്ടർ ഹു ഏൺഡ് മെഡിക്കൽ ഡിഗ്രി എടുക്കുന്നവരെ പണ്ട് പറഞ്ഞത് ഒറ്റ പേരായിരുന്നു ഫിസീഷ്യൻ. ഓക്കെ. ഇപ്പോഴും പറയാറുണ്ടാവും കേട്ടോ. അവിടെ ചെന്ന് കൺസൾട്ട് ശേഷമാണ് അദ്ദേഹമാണ് നമ്മളോട് പറയുന്നത് നോക്കിയിട്ട് നിങ്ങൾ ഓർത്തോനെ പോയി കാണും, അല്ലെങ്കിൽ കുട്ടികളുടെ ഡോക്ടറെ പോയി കാണും. അങ്ങനെ തിരിച്ചു വരുന്നത് ഫിസീഷ്യനാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Another word for ghost, GHOST. Another word for ghost. Phantom. Correct answer, Phantom. Phantom Bailey എന്നൊക്കെ പറയുന്ന സിനിമ വന്നില്ലേ? അതുകൊണ്ട് ഓർമ്മയുള്ളതല്ലേ അറിയേണ്ടത്. അത് ഓർത്തിട്ട് പറഞ്ഞല്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു, ഫാൻറ്റം ബെയിലി. യെസ്. അതിന്റെ അതും ഈ ഗോസ്റ്റുമായി ബന്ധപ്പെട്ട് അത് സൂപ്പർ കഴിവുണ്ടെന്ന് പറഞ്ഞൊക്കെയാണ് ആ കഥാപാത്രം വരുന്നത്. ഓക്കെ. വെരി ഗുഡ്. Then next question.
shape of moon viewed, VIEWED, shape of moon viewed from Earth is called lunar Faces. dash. Faces. Faces. Okay, Nishwa, you are right. Thank you, sir. Then I come to the last question, which is very easy question. A machine that makes duplicates of Photostat machine. copies. A machine that makes duplicates Photo of printer. Photostat machine. photostatic machine. മെഷീൻ എന്ന് പറയുന്നത് ഫോട്ടോസ്റ്റാറ്റിക് മെഷീൻ. കാരണം PH വരണ്ടേ. ഇപ്പൊ നെഷൂക്കിൽ ഇരിക്കുന്നതിന്റെ ഞാൻ പോയിന്റ് എഴുതിയിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പൊ ചോദ്യം അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആയിരുന്നു. എല്ലാ ഉത്തരവും നിങ്ങൾ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. ഒരു മൈൻഡ് ചെയ്തതാണ്. ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ആർഷയ്ക്ക് 3 ശരിയായിട്ടുണ്ട്. വേറെ രണ്ടൊക്കെ ആർഷ പറഞ്ഞെങ്കിലും അത് മൂന്നാമത് രണ്ടാമതൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ഓക്കെ, അപ്പൊ യു ഹാവ് സ്കോർഡ് 3 points. യെസ്, ഓക്കെ നശ്വർ. ഇനി ലിലിക്കും നശ്വയ്ക്കും ഈക്വൽ പോയിന്റിൽ നിൽക്കുകയാണ്. രണ്ടുപേരും 7 വീതം പോയിന്റുകൾ നേടിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഈക്വൽ പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോ ഈക്വൽ പോയിന്റ് വന്നുകൊണ്ട് രണ്ടുപേരും ഫസ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നു. യുവർ പെർഫോമൻസ് വാസ് വെരി മാർവലസ് ആൻഡ് വെരി ഗുഡ്. കൃത്യമായിരുന്നു. ഓക്കെ, അപ്പോ സമയം കൂടുതലുള്ളത് കൊണ്ട് ഓക്കെ രശ്വ, സമയം കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി മറിച്ചുമെല്ലാം ഞാൻ സൂചിപ്പിച്ചത്. നമുക്ക് 1-2 കൂടി ചെയ്യാം. അപ്പോഴേക്കും കറക്റ്റ് ടൈം ആയിക്കോളും. നമ്മൾ ലാസ്റ്റ് റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ ചെയ്തത് ഡിഡ് യു വോട്ട് ഇൻ ദ ലാസ്റ്റ് ഇലക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. അടുത്തത് ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. ഇൻവെർട്ടഡ് കോമ shall we go to the movies? Shall we go to the movies? MOVIES, movies. Shall we go to the movies? ഇവിടെ കൊമ്പടകത്ത് shall we go to the movies? ഇവിടെ കൊമ്പടകത്ത് he said. ആഷ വെതർ ചേർത്തില്ലല്ലോ. പിന്നെ വില്ല് എന്നുള്ളതിന്റെ കണ്ടീഷൻ ഷാലിനുള്ള കണ്ടീഷൻ പോകുന്നില്ലല്ലോ. രണ്ടെണ്ണം അതും കൂടി ആഡ് ചെയ്യും. ഇത് ചോദ്യം ഈ ഇതിന്റെ ആൻസർ നോക്കി. ഷാൽ ബി ഗോ ടു മൂവീസ്? നമുക്ക് സിനിമക്ക് പോകാമല്ലേ? പോകാമോ? പോകാം. യെസ്, നോ, പോകണ്ട. 2 ആൻസർ ഉണ്ട്. അപ്പൊ യെസ് ഓർ നോ ആണ്. വെതർ ചേർക്കും.
Okay, Asmi, correct. അവൻ പറഞ്ഞു നമുക്ക് സിനിമക്ക് പോകാമോ? ഓക്കെ ഓക്കെ ഓക്കെ. ആശ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ വേറെ ആളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവനാണ് പറഞ്ഞത്. അപ്പൊ അവൻ നിൽക്കുമ്പോ അവന്റെ കൂടെയും വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് അവനാണ് പറയുന്നത് നമുക്ക് സിനിമയ്ക്ക് പോകാമോ. അത് കേൾക്കുന്നത് നമ്മൾ എന്താ പറയുന്നത്? അവൻ പറഞ്ഞു അവർക്ക് സിനിമയ്ക്ക് പോകാമോ എന്ന്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇതിന്റെ ആൻസർ നമുക്ക് പറയാം. He asked whether they should go to the movie. Whether they should go to the movie. അടുത്തത്, do you want to join us on this pilgrimage, 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 തീർത്ഥാടനം. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. Do you want to join us on this pilgrimage? ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. He said, SAID. Yes, എനിക്കുള്ളൂ. Do you want, നീ ആഗ്രഹിക്കുന്നുണ്ടോ? To join us, ഞങ്ങളുടെ കൂടെ ചേരുവാൻ. On this pilgrimage, ഈ തീർത്ഥാടനത്തില് ഞങ്ങളുടെ കൂടെ ചേരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കൊരു ആൻസർ ഉണ്ട്. യെസ്, ആഗ്രഹിക്കുന്നുണ്ട്. നോ, ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇറ്റ് ഈസ് ആൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. Okay, correct, Reshwa. Yes, correct.
Okay, Asha. Yes. അപ്പോ നമ്മളിന്ന് നോക്കിയത് ക്വസ്റ്റ്യൻ യെസ് ഓർ നോ. ഇത് അല്ലാതെയുള്ള ചോദ്യമാണെങ്കിൽ ഇത് വരില്ല കേട്ടോ. ചോദ്യം നോക്കുമ്പോൾ നിങ്ങൾ നോക്കണം ഇത് യെസ് ഓർ നോ എന്ന് പറയുന്ന ചോദ്യമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വരുള്ളൂ. അല്ലാതെയുള്ള കേസിൽ അത് വരികയില്ല. അപ്പൊ നമ്മള് ടെൻസിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്നും എക്സെപ്ഷണൽ ആയിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞു. 2 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്ന് റിക്വസ്റ്റ്, കമാൻഡ്, ഒബ്ലിഗേഷൻ, അഭ്യർത്ഥന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ പറയണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് യെസ് ഓർ നോ പോലുള്ള ചോദ്യമാണെങ്കിൽ അതിന്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് വാചകങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് we will meet in the next class next day. Okay, bye. Thank you, sir.